ഹ്യൂമാനിറ്റി സ്റ്റിൽ എക്സിസ്റ്റ്. ഇത് തെളിയിക്കുന്ന ഒരു വീഡിയോയുടെ റിയാക്ഷനായിട്ടാണ് ഇന്ന് നമ്മുടെ ഹാപ്പി ഫേസ് വന്നിരിക്കുന്നത്. വെൽക്കം ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. അതെ, ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയാം, അല്ല അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ എന്നും പറയാം. അതായത് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർ, ട്രാഫിക്കിൽ ഡ്യൂട്ടി ചെയ്യുന്ന മീന എന്ന ഒരു ലേഡി പോലീസ് ഓഫീസറിൻ്റെ മനുഷ്യത്വം നിറഞ്ഞ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് റിയാക്റ്റ് ചെയ്യണം, അത് കാണാത്തവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരൊറ്റ കൺസെപ്റ്റുമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ആദ്യം വീഡിയോ കണ്ടപ്പോൾ ഇതിനൊരു റിയാക്ഷൻ ചെയ്യണോ അതോ അത് വേണ്ടേ, എന്താ ചെയ്യണ്ടേ എന്ന് കുറച്ച് ഡൗട്ട് അടിച്ചു. ബട്ട് ഇതൊരു 1-2 പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ തന്നെ ഞാൻ 1-2 പ്രാവശ്യം പ്ലേ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിക്കും ആളുകളിൽ എത്തണം, ആളുകൾ കാണണം. ഇങ്ങനെയും ഓരോരുത്തർ ചെയ്യുന്നുണ്ട്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ഇതിൻ്റെ ശരി. നമുക്ക് എന്തായാലും വീഡിയോ കാണാം, അതിന് ശേഷം ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. റിയലി ഈ വീഡിയോ നമ്മൾ 1-2 പ്രാവശ്യം ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അതായത് കയ്യും മെയ്യും മറന്നിട്ട് ആ ഒരു ഓഫീസർ, ആ മാഡം ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മേ ബി അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിരിക്കാം. പക്ഷേ ഡ്യൂട്ടിയുടെ ഭാഗത്തിനേക്കാൾ ഉപരിയായി ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതായത് ആക്ച്വലി സംഭവം നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കുന്നംകുളം തൃശ്ശൂർ ഹൈവേയിൽ ഓൾറെഡി ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്, കേച്ചേരി എന്ന് പറഞ്ഞ സെൻറ്ററിൽ. അപ്പോൾ അവിടെ ഒരു ICU ആംബുലൻസ് ആണ്. ഞാൻ ന്യൂസൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. ഒരു ICU ആംബുലൻസ് ട്രാഫിക് ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ അവരൊരു ജംഗ്ഷനിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഫ്രണ്ടിൽ വന്ന ബാരിക്കേഡ് അവിടുന്ന് മൂവ് ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഡ്യൂട്ടിയിലുള്ള മീന എന്ന മാഡം അവിടെ ഇടപെടുന്നത്. അത് ഇടപെടുന്ന ഒരു രംഗവും അത്ര സിൻസിയറായിട്ടാണ് അവർ അതിൽ പെരുമാറുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അവരൊരു ആക്ഷൻ എടുക്കുന്നത്, അവരെന്താ ചെയ്യുന്നതെന്ന് അവരതിൽ ഫുള്ളി മനസ്സിലാക്കിയിട്ടല്ല. അവർക്ക് ആ ആംബുലൻസ് അവിടെ നിന്ന് പാസ് ചെയ്യിക്കണം. അതിനെന്താണോ അവരാൽ ചെയ്യാൻ പറ്റുന്നത് അത് ആ മാഡം അവിടെ ചെയ്തു. ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കയ്യിലുണ്ടായിരുന്ന ആ ഒരു കൊട വലിച്ചെറിഞ്ഞിട്ടാണ്, അതായത് മടക്കി എവിടെയും വെക്കാനൊന്നും അവർ സമയം കണ്ടിട്ടില്ല. അതിന് മാത്രം വാല്യൂ അവർ ആ ആംബുലൻസിൽ ജീവന് കൊടുത്തു. അവർ മാത്രമല്ല, ഒരു കോമൺ മാനും അവിടെ വരുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ അവരെ സഹായിക്കാനായിട്ട്. അതെല്ലാം നമ്മൾ പ്രശംസിക്കേണ്ടതും, അവർക്കൊരു എന്താ പറയുക, അവരെ നമ്മളിതിൽ പ്രശംസിക്കാൻ അവരർഹരാണ് ആ ഒരു പ്രശംസ നേടാനായിട്ട്. ആ മാഡം ചെയ്ത ആക്ട് ആയാലും ആ ഒരു കോമൺ മാൻ ചെയ്ത ആക്ട് ആയാലും റിയലി ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അതായത് ഗ്രേറ്റ് ജോബ് എന്നോ പറയാം. അവർക്ക് അറിയില്ല ആ ആംബുലൻസിൽ എന്താണ് ആ ഒരു സിറ്റുവേഷൻ. അതൊന്നും നോക്കാതെ ആംബുലൻസിൻ്റെ സൈറൻ കേട്ടു, അത് പാസ് ചെയ്ത് പോകണം, അതെന്ത് സീരിയസ് മാറ്ററാണെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് കയ്യിലുള്ള കുട വലിച്ചെറിഞ്ഞ്, അതായത് ആ ഒരു സിറ്റുവേഷനിൽ കയ്യിലുള്ള കുട വലിച്ചെറിഞ്ഞിട്ട് തന്നാൽ പൊക്കാൻ പറ്റുന്നതിനേക്കാളുമുള്ള ഭാരമാണ് ആ മാഡം ലിഫ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായി. അത് ഞാൻ 1-2 പ്രാവശ്യം കണ്ടപ്പോഴാണ് എനിക്കും വല്ലാത്തൊരു നമ്മൾക്കൊരു മനുഷ്യത്വം ഒരാൾ കാണിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പൊട്ടും. ഒരു സാധനം വരും, അത് ശരിക്കും വരും. ആ മാഡം ആ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നത് സട്ടാന്ന് പൊക്കി മാറ്റി ലാസ്റ്റ് ആ ഒരാൾ എൻട്രി ചെയ്യുന്നുണ്ട്, ഒരു കോമൺ മാൻ എൻട്രി ചെയ്ത് ആ ബോർഡ് സൈഡിലേക്ക് മാറ്റുന്നു. എന്നിട്ട് മാഡം തലോണ്ട് ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ട്, യു ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ട്. ആ കാണിക്കുന്ന ഒരു ഫീലിൽ കണ്ട ഇറ്റ്സ് റൊമാൻറ്റിഫിക്കേഷൻ. മാൻ റിയലി സെല്യൂട്ട് എന്ന് പറയണം. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. മനുഷ്യനെ മനുഷ്യനായി കണ്ട് മനുഷ്യൻ്റെ ജീവന് കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ മൂല്യം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മീന മാഡം ആ ഒരു കോമൺ മാനും. നമ്മളറിയാതെ പോകുന്നത് ആ കോമൺ മാൻ്റെ പേരാണ്. എന്നിരുന്നാലും നിങ്ങൾ ചെയ്ത ഒരു വലിയ ആക്ട് കൊണ്ട് അവിടെ വലിയ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി എന്നാണ് ന്യൂസുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഒരു ICU ആംബുലൻസ് ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ ആയിട്ട് എമർജൻസി ആയിട്ട് പോകുമായിരുന്നു.
അപ്പോൾ ഈ മാഡം തന്നെ ഒരു ന്യൂസ് ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഏറ്റവും വിഷമകരമായത് ഈ ആംബുലൻസ് പോയി കഴിഞ്ഞപ്പോൾ അതിൽ ആരായിരുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ലല്ലോ എന്ന്. അത്രയും സിൻസിയറായിട്ട് ആ മാഡം അവിടെ അത് എക്സ്പ്രസ് ചെയ്തപ്പോൾ അത് നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും നിങ്ങളിലേക്ക് എന്നാലാകുന്ന രീതിയിൽ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് എത്തിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഒരു ഷോർട്ടായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഞാൻ ലാസ്റ്റിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കയ്യും മെയ്യും മറന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നമ്മുടെ സമൂഹത്തിൽ ഓരോ സന്ദർഭങ്ങളുണ്ടാകുമ്പോഴും നമ്മുടെ സഹജീവികളെ, അതായത് നമ്മുടെ ഒപ്പമുള്ള മനുഷ്യരെ മനുഷ്യനായി കണ്ട് പെരുമാറാനും ഓരോ സന്ദർഭങ്ങളിൽ അതിന് തക്കതായ തീരുമാനങ്ങൾ എടുത്തിട്ട്, ഇതൊന്നും നമുക്ക് ഒത്തിരി ആലോചിച്ച് ചെയ്യാനുള്ളൊരു തീരുമാനം എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല ഇങ്ങനത്തെ ഓരോ സന്ദർഭങ്ങളിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ. അത് ചെയ്യാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ കടമ നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. ഇതേപോലെ ചെയ്യാൻ കിട്ടുന്ന ഒരവസരങ്ങളിൽ നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.